പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എ ഗ്രൂപ്പ് ദൗത്യവുമായി രാഹുലിനെ കാണാൻ ഉമ്മൻചാണ്ടി ഡൽഹിക്ക്. നാളെ കൂടിക്കാഴ്ച. നിലപാടിൽ അയവില്ല. സുധീറിനെതിരെ കടുത്ത നിലപാടെടുക്കും. രാഹുലിന്റെ അതൃപ്തിക്ക് അയവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും. തമ്മിലടി ഒഴിവാക്കണമെന്ന് കെ ആന്റണി. പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന പ്രതീക്ഷയിൽ ചെന്നിത്തല. കലാകൗമാരങ്ങളെ കാത്ത് കണ്ണും കാതും കണ്ണൂരിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും. 7 ദിനരാത്രങ്ങളിലായി 232 മത്സര ഇനങ്ങൾ. കോഴക്കളിക്കും അണിയറ വാഴ്ചയ്ക്കും തിരിച്ചടിയായി കലോത്സവത്തിന് വിജിലൻസ് നിരീക്ഷണം. പരാതി പരസ്യമാക്കുന്ന സൈനികർക്കെതിരെ കരസേനാ മേധാവി. സോഷ്യൽ മീഡിയയിലൂടെ പരാതി പറഞ്ഞാൽ നടപടിയുണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സേനാ സംവിധാനം ഉപയോഗിക്കണം. സമൂഹ മാധ്യമങ്ങൾ വഴി വീഡിയോ പുറത്തുവിടുന്നത് അച്ചടക്ക ലംഘനമെന്നും ജനറൽ ബിപിൻ റാവത്ത്. ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു CPIM. ജിഷ്ണുവിന്റെ വീട് കോടിയേരി സന്ദർശിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ SFI മാർച്ചിൽ സംഘർഷം. കോളേജിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും അടിച്ചു തകർത്തു. പുനെ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുന്നു. വിരാട് കോഹ്ലിക്കും കേദാർ ജാദവിനും സെഞ്ചുറി. ഉമ്മൻചാണ്ടിയുടെ പ്രതിഷേധം പിണക്കം പറഞ്ഞു തീർക്കുമോ? രാഹുൽ അതൃപ്തി ഒഴിയുമോ? പുനഃസംഘടന സംബന്ധിച്ച അതൃപ്തിക്കിടെ ഉമ്മൻചാണ്ടി ഡൽഹിക്ക് പോയി. നാളെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കും. DCC പുനഃസംഘടനയിലുണ്ടായ അതൃപ്തിയെ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയെ ദില്ലിക്ക് വിളിപ്പിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി ബഹിഷ്കരിച്ചത് കൂടാതെ AICC നടത്തിയ സമ്മേളനത്തിൽ നിന്നും ഉമ്മൻചാണ്ടി വിട്ടുനിന്നിരുന്നു. സമ്മർദ്ദം കടുപ്പിച്ചതോടെ ഹൈക്കമാൻഡ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. തനിക്ക് പരാതിയൊന്നുമില്ലെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പരസ്യ നിലപാട്. എന്നാൽ പാർട്ടി യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് തന്റെ അതൃപ്തി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ ഉമ്മൻചാണ്ടിക്കായി. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന സമ്മർദ്ദമാകും ഇനി ഉമ്മൻചാണ്ടി പയറ്റുക. എന്നാൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കടമ്പകളേറെയാണ്. ഭരണഘടനാ ഭേദഗതി നടത്തിയാൽ മാത്രമേ കേരളത്തിൽ മാത്രമായി വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനാകൂ. ഇതിന് ഹൈക്കമാൻഡ് തയ്യാറായേക്കില്ല. ഈ സാഹചര്യത്തിൽ സമവായത്തിലൂടെ പുനഃസംഘടന നടത്തിയാൽ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവും ഉമ്മൻചാണ്ടിക്കും A ഗ്രൂപ്പിനുമുണ്ട്. ഏതായാലും നാളത്തെ ചർച്ചയോടെ ബഹിഷ്കരണം പോലുള്ള പ്രതിഷേധങ്ങൾ ഉമ്മൻചാണ്ടി അവസാനിപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവനാണ്. KPCC ജനറൽ സെക്രട്ടറി ശ്രീ KP അനിൽകുമാറിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സജീവൻ, വളരെ കൃത്യമായ രാഷ്ട്രീയം, ഏതെങ്കിലും തരത്തിലുള്ളൊരു മഞ്ഞുരുക്കം അല്ല, അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്ന സൗന്ദര്യ വർത്തമാനങ്ങൾക്കൊന്നുമല്ല, കൊച്ചു വർത്തമാനങ്ങൾക്കൊന്നുമല്ല ഉമ്മൻചാണ്ടി ദില്ലിയിൽ ചെന്നിരിക്കുന്നത്. കൃത്യം രാഷ്ട്രീയമുണ്ട്, കൃത്യം നിലപാടുണ്ട്. അത് വളരെ കർശനമായി സുധീറിനെതിരെയാകാം, KPCCയുടെ പൊതു നിലപാടുകൾക്കെതിരെയാവാം, A ഗ്രൂപ്പിനെ പൊതുവിൽ പാർട്ടി ഹൈക്കമാൻഡ് അടക്കം പരിഗണിക്കുന്നതിലുള്ള കടുത്ത വിമർശനം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാവണം നാളത്തെ ചർച്ചകൾ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ നീക്കം കടുപ്പിച്ച നീക്കം തന്നെയാകുമോ? നിലപാടുകളിൽ വളരെ കർശനമായൊരു വിശദീകരണം രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ വെക്കാൻ, രാഹുൽ ഗാന്ധിയോട് വിശദീകരിക്കാൻ തന്നെയാകുമോ ഉമ്മൻചാണ്ടിയുടെ പരിശ്രമം നാളെ? തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിണക്കമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വിട്ടുനിൽക്കലും മറ്റു കാര്യങ്ങളും, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറുമൊരു പരാതി പറയാൻ വേണ്ടിയിട്ടല്ല ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉമ്മൻചാണ്ടിക്കും A ഗ്രൂപ്പിനും. ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ തന്നെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ സുധീരനെ ഇവിടെ കൊണ്ടുവന്നിട്ട് KPCC പ്രസിഡൻ്റാക്കിയതും പിന്നീട് ഈ 14 DCCകളിലും ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഹൈക്കമാൻഡിൻ്റെ താല്പര്യമുള്ള ആളുകൾ വെച്ചിട്ടുള്ളതും. അവരൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ ആളുകളായിരുന്നെങ്കിൽ പോലും അവർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായിട്ടല്ല ഈ 14 പേരും 14 ജില്ലകളിലെ DCC പ്രസിഡന്റുമാരായിട്ടുള്ളത്. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. ഗ്രൂപ്പ് മാനേജർമാർ തീരുമാനിക്കുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും അവരുടെ കൈകളിൽ പാർട്ടി
അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് പ്രിയങ്കരായിട്ടുള്ള ഗ്രൂപ്പ് രഹിതരായിട്ടുള്ള വർക്ക് ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു യഥാർത്ഥ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി സുധീരനിൽ തുടങ്ങിയിട്ടിപ്പോൾ 14 DCC പ്രസിഡന്റുമാരുടെ ഈ നിയമനത്തിൽ വരെ എത്തിയിട്ടുള്ളത്. അതിനെ തകർക്കുക എന്നുള്ളത് ആദ്യം തന്നെ സുധീരനെ വെച്ചപ്പോൾ തന്നെ നമുക്കറിയാം 2 ഗ്രൂപ്പുകാരും വളരെ ശക്തമായിട്ട് അതിനെ തകർക്കുന്ന പരിപാടിയിലേക്ക് വന്നിരുന്നു. ജി കാർത്തികേയനെ പ്രസിഡന്റാക്കണമെന്ന് 2 ഗ്രൂപ്പുകാരും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ സുധീരനെ പ്രസിഡന്റാക്കി. സുധീരൻ പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുവെക്കുന്നത് അതും നടന്നില്ല. പിന്നീടാണ് ഈ 14 പ്രസിഡന്റുമാർ DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടുള്ളത്. ഇവിടെ ഇത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി താഴെ തട്ടിലേക്കും ബാക്കി KPCCയുടെ തലത്തിലേക്കുമൊക്കെ ഇതേ രീതിയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഗ്രൂപ്പുകൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഐ ഗ്രൂപ്പിന് ഇപ്പം കുറേ നിയമിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഐ ഗ്രൂപ്പുകാർക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. അതുകൊണ്ട് എ ഗ്രൂപ്പ് ഇവിടെ അതായത് ശ്രീ സജീവൻ താങ്കൾ കോൺഗ്രസ് സംഘടനാ തലത്തിൽ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, DCC പ്രസിഡന്റുമാരെ നിയമിച്ച രീതി, അതിൽ വലിയ പരിക്കില്ലാതെ ഒരു മേധാവിത്വം കിട്ടിയിട്ടുണ്ട് ഐ ഗ്രൂപ്പിന്. മാത്രവുമല്ല MLA-മാരുടെ എണ്ണത്തിൽ ഐ ഗ്രൂപ്പിന് എ ഗ്രൂപ്പിനേക്കാൾ ഒരു മേൽക്കൈ ഉണ്ട് താനും. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ നീക്കം ഹൈക്കമാൻഡിന് മുൻപാകെ നടത്തുകയാണോ? ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകേണ്ടതില്ല. എ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കപ്പെടണം കോൺഗ്രസിൽ. പക്ഷേ അതിന് ഉപയോഗിക്കുന്ന ശൈലിയൊക്കെ ചിലപ്പം വ്യത്യാസം വന്നേക്കാം. മുൻപ് കണ്ട ശീലങ്ങളൊക്കെ അതിൻ്റെ അപകടമൊക്കെ നന്നായി മനസ്സിലാകുന്നയാളാണ് ഉമ്മൻചാണ്ടി. ആ പരസ്യമായ കലഹത്തിൻ്റെ അപകടം, ആ കലഹത്തിലേക്ക് പോകാതെ ഇപ്പോൾ ചെയ്യുന്ന പോലെ വിട്ടുനിൽക്കുക, നേതൃത്വത്തിൻ്റെ ഭാഗമല്ല താൻ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുക, രാഹുൽ ഗാന്ധിയുമായി ഈ പറഞ്ഞ നിലയ്ക്ക് നിൽക്കുന്ന അലോഹ്യവും അതൃപ്തിയും ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തുക, ആ നിലയിലൊക്കെയുള്ള ഒരു വലിയ മിഷൻ, ഒരു ദൗത്യം അതുതന്നെയാണോ എ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും എ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സമ്മർദ്ദ തന്ത്രത്തിലൂടെ അവർക്ക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം, ഇപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ കുറേ കാലമായിട്ട് അവർ നടത്തി വന്നതുപോലെ ഐ ഗ്രൂപ്പിനാണ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വമെങ്കിൽ എ ഗ്രൂപ്പിന് പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നു. പാർട്ടിയുടെ നേതൃത്വം ഐ ഗ്രൂപ്പിനാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വം എ ഗ്രൂപ്പിന് കൊടുക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. ഇത് രണ്ടിലും പെടാത്ത ഒരാൾ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. KPCC പ്രസിഡൻ്റായിട്ട് ഈ എ ഗ്രൂപ്പുകാരനോ ഐ ഗ്രൂപ്പുകാരനായിട്ടുള്ള അല്ലാത്തൊരാൾ വരികയും ഐ ഗ്രൂപ്പിന് പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃസ്ഥാനം ഉണ്ടാവുകയും തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ നിയോഗിക്കപ്പെട്ടുള്ള 14 DCCകളിൽ ഭൂരിപക്ഷവും ഐ ഗ്രൂപ്പിൻ്റേത് എന്ന് പറയാവുന്ന ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതല്ല, പഴയ ഐ ഗ്രൂപ്പുകാർക്ക് എന്ന രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ എ ഗ്രൂപ്പിന് ഇത് വലിയ തകർച്ചയായിട്ട് മാറും. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി, അദ്ദേഹത്തിന് ഒരു ബർത്ത് വേണ്ടേ? അപ്പം ഇദ്ദേഹം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി മാത്രമാണ്. മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു MLA എന്ന നിലയിൽ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടണം. ആ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും പാർട്ടി പ്രസിഡന്റ് സ്ഥാനം. താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രമുഖ എഴുത്തുകാരൻ ശ്രീ KL മോഹനവർമ്മ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജീവൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KL മോഹനവർമ്മ, നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ AI പോരൊക്കെ കണ്ടിട്ടുണ്ട്. ഐ ഗ്രൂപ്പ് വളരെ പരസ്യമായ കലാപം നടത്തിയത് കണ്ടിട്ടുണ്ട്. കരുണാകരൻ ആ ഘട്ടത്തിൽ പാർട്ടി വിട്ട് പുറത്തുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയതും പിന്നീട് തിരിച്ചു പാർട്ടിയിലേക്ക് വന്നതുമൊക്കെ അതിൻ്റെ എല്ലാ തലങ്ങളും കണ്ടവരാണ് മലയാളികൾ. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടി വളരെ ബുദ്ധിപരമായിട്ടാണോ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? താൻ ഈ നേതൃത്വത്തിൻ്റെ ഭാഗമല്ല എന്ന് കൃത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കൃത്യമായി വിട്ടുനിൽക്കുന്നു, കൃത്യമായ പ്രതിഷേധമുണ്ട്, എന്നാൽ പരാതിയില്ല എന്ന് അദ്ദേഹത്തിന് പരസ്യമായി പറയാനുമാകുന്നു. തൻ്റെ ഗ്രൂപ്പിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അകൽച്ച, നേതൃത്വത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അകൽച്ച, അതിനെ പരിഗണിച്ചേ അദ്ദേഹത്തിന് പറ്റൂ. ആ ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടിയേ പറ്റൂ ഉമ്മൻചാണ്ടിക്ക്. പക്ഷേ പണ്ട് ഐ ഗ്രൂപ്പും കരുണാകരനും മുരളീധരനും ഒന്നും ചെയ്ത വഴിക്ക് പോകാതെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നങ്ങളെ ഒരു കലാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാതെ ഫൈറ്റ് ചെയ്യുക, അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക, ഈ ശൈലിയാണോ ഉമ്മൻചാണ്ടി ഇപ്പോൾ തുടരുന്നത്? അതിൻ്റെ തുടർച്ച നാളത്തെ രാഹുൽ ഗാന്ധി ചർച്ചയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ എ ഗ്രൂപ്പ് സംഘർഷം അല്ലെങ്കിൽ സമവായം
ഒക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിലപാടല്ല ഇപ്പോഴുള്ളത്. ഉദാഹരണത്തിന് LDF വളരെ ശക്തമായ നിലയിൽ ഭരണം കൈയടക്കിയിട്ടുണ്ട്. ഒപ്പം മൂന്നാമതൊരു പാർട്ടി, അതായത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് NDA, അവരും ഇതുവരെ വിചാരിച്ചിരിക്കാത്ത വിധത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം വളരെ പ്രധാനമായിത്തോണം കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്. കോൺഗ്രസ്സിന് മാത്രം പാർട്ടികൾക്കുള്ളിലുള്ള നിലനിൽപ്പല്ല പ്രധാനമെന്ന് ഓർക്കണം. UDFൻ്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനം. വെറും കോൺഗ്രസിൻ്റെ മാത്രം ശക്തി കൊണ്ട് പണ്ട് നിന്ന പോലെ നിൽക്കാൻ ഒക്കില്ല ഇനി. അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. അതിലെന്താണെന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള സമവായങ്ങളല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തി, അതിനെ അവഗണിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സിനും തീർച്ചയായിട്ടും UDFൻ്റെ നേതൃത്വം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് പഴയ കാലം അല്ല. അത് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ചെറുപ്പക്കാരെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇന്ന് AK ആന്റണി പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാരെ മുമ്പോട്ട് കൊണ്ടുവരേണ്ട ഒരു ശക്തി. അതൊക്കെ വളരെ പ്രധാനമായി മാറ്റം വന്നു കഴിഞ്ഞു. കേന്ദ്രത്തിൽ NDA ഇതുപോലെ വന്നു കഴിഞ്ഞു. മറ്റ് പലയിടത്തും ലോക്കൽ പാർട്ടികളാണ് വരുന്നത്. കോൺഗ്രസിന് പഴയ ശക്തിയും ഇല്ലയെന്ന് ഓർക്കണം. ആകെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിലെ നേതൃത്വത്തിന് പഴയ രീതിയിലുള്ള സമീപനം ശരിയല്ല. അതായത് ശ്രീ R. ബാലകൃഷ്ണപിള്ള കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KL മോഹനവർമ്മ, താങ്കൾ പറഞ്ഞു വന്നതിൽ മാറ്റം മനസ്സിലാക്കാത്ത പഴയ പിടിവാശിയുടെയും പഴയ ശൈലിയുടെയും ആവർത്തനവുമായിട്ടാണ് ഉമ്മൻചാണ്ടി ദില്ലിക്ക് വണ്ടി കയറിയിരിക്കുന്നതെന്നാണോ? അങ്ങനല്ല. ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എല്ലാ ഗ്രൂപ്പുകളുമായിട്ടും ഒരുമാതിരി അടുപ്പത്തിൽ. അദ്ദേഹത്തിന് എല്ലാവരുടെയും ലക്ഷ്യം കോൺഗ്രസ്സിൽ തീർച്ചയായിട്ടും മേൽക്കൈ വരണമെന്നുള്ളതാണ്, ഒരു സംശയമില്ല. അതിന് അവനവൻ്റേതായ നിലപാടുകൾ കാണും. പക്ഷേ ഒരു കാര്യമുണ്ട്, പഴയ രീതിയിലുള്ള ആവറേജോ ശരാശരികളോ വെച്ച് മാത്രം പോകാൻ പറ്റുകയില്ല എന്നുള്ളത് പൂർണ്ണമായ ബോധ്യം എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ശ്രീ R. ബാലകൃഷ്ണപിള്ള ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ R. ബാലകൃഷ്ണപിള്ള, ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ച് UDFൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരു നേതാവായി നിന്ന ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ട് ഒരു കാലത്ത്. അന്നും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ് താങ്കൾ. ഏതാണ്ട് സോളാർ കേസിലൊക്കെ ആടി ഉലഞ്ഞപ്പോഴും അതിനെ അതിജീവിച്ച് നിന്ന ഉമ്മൻചാണ്ടി ബാർ കേസ് വന്നതോടുകൂടിയാണ്, ബാർ കോഴ വന്നതോടുകൂടിയാണ് ആ സർക്കാരും അദ്ദേഹവും വലിയ അഴിമതി ആക്ഷേപങ്ങളിലേക്ക് വീണുപോയത്. അന്നടക്കം മുന്നണിയുടെ ഭാഗമായി നിന്ന് തന്നെ അതിനെതിരെ വിമർശിച്ച ആൾ തന്നെയാണ്. അതൊക്കെ അടക്കം ബന്ധപ്പെട്ട് ക്ലിഫ് ഹൗസിൽ പോയി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ട ആളാണ് താങ്കൾ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അവിടെ മുതൽ ഇങ്ങോട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗ്രാഫ് താഴ്ന്നത്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം സംഘടനാ തലത്തിൽ ഹൈക്കമാൻഡ് എടുത്ത ഓരോ നടപടിയും, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട സ്വന്തം വലങ്കയായ ബെന്നി ബെഹനാൻ്റെ സീറ്റ് പോലും സംരക്ഷിക്കാൻ കഴിയാതെ പോയി. സുധീരൻ പറഞ്ഞ വാക്കുകൾക്ക് രാഷ്ട്രീയമായ പരിഗണന ലഭിച്ചു. ഇതിനിടയിൽ അവിടെയും ഇവിടെയും തൊടാതെ ഹൈക്കമാൻഡിനെ എതിർക്കാതെ നിൽക്കുന്ന ചെന്നിത്തലയും I ഗ്രൂപ്പും. ഈ സാഹചര്യങ്ങളിൽ ആണ് മനം നൊന്ത് ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഭാഗമല്ലാതെ ഉമ്മൻചാണ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ നേതൃത്വത്തിൻ്റെ ഭാഗമാകണം, പാർട്ടിയുടെ നേതൃത്വം കയ്യിലുണ്ടാകണം. A ഗ്രൂപ്പിന് പഴയ അധീശത്വം നിലനിർത്താനാകണം. KPCC പ്രസിഡന്റ് സ്ഥാനമില്ല, MLA മാരിൽ ഭൂരിപക്ഷമില്ല. എന്നാൽ A ഗ്രൂപ്പിൻ്റെ പഴയ അധീശത്വം കാത്തു സൂക്ഷിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കുണ്ട്. അതിനുവേണ്ടിയാണ് നാളെ രാഹുലിനെ കാണുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അതിന് കഴിയുമോ? ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ മോഹനവർമ്മ പറഞ്ഞ ഒരു പോയിന്റാണ് ഇതിനകത്തുള്ളത്. ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF വളരെ ക്ഷീണിതരാണ്. അതിനകത്ത് ആകെപ്പാട് ഒരു പഞ്ചായത്ത് ഇലക്ഷനെങ്കിലും ഒറ്റയ്ക്ക് നിന്നാൽ അല്ലെങ്കിൽ 10 വോട്ട് കൊണ്ട് നേടിക്കൊടുക്കാൻ കഴിയുന്ന കുറെ സ്ഥലങ്ങളിലെങ്കിലും മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. ബാക്കി അതിനകത്തുള്ള കക്ഷികൾക്കൊന്നും നിയമസഭയിലും കാര്യമായ പ്രാതിനിധ്യമില്ല, പഞ്ചായത്തുകളിലും കാര്യമില്ല, രാജ്യത്തും സ്വാധീനമില്ല. അപ്പോ UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ സ്വാധീനമില്ലാത്ത, ജനങ്ങളിൽ സ്വാധീനമില്ലാത്ത ഒരു സംഘടനയായി മാറി. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെ അഴിമതി കൊണ്ട് അടിമൂടി ഒലഞ്ഞ കോൺഗ്രസ്. ഞങ്ങളൊക്കെ വളരെ ഉപദേശിച്ചു, അങ്ങ് പറഞ്ഞ പോലെ, ശരത്ത് പറഞ്ഞ പോലെ, ഞങ്ങളൊക്കെ വളരെ ഉപദേശിച്ചിട്ട് ഈ അഴിമതി തടയാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ അഴിമതി മുഴുവൻ നടക്കുന്നതെന്ന് 2015 ആഗസ്റ്റ് 28 രാത്രി തന്നെ എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹം തടയാനുള്ള ശ്രമവും. ഒരിക്കലും അഴിമതി തടയാൻ ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന ആളുകൾ എല്ലാവരും ഉണ്ടോ? ഇപ്പൊ ജയിൽപ്പെട്ട MP മാരും MLA മാരിൽ പലരുടെയും പ്രസ്താവന 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്?
ഉമ്മൻചാണ്ടിക്കെതിരായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതിന് മുമ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയ തന്നെ ഇപ്പൊ ഇല്ല. ഉമ്മൻചാണ്ടി എന്ത് വിചാരിച്ചാലും ഡൽഹിയിൽ കാര്യമായി ഒന്നും നടക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഡൽഹിയിലും ഒരു ലീഡർഷിപ്പ് ഇല്ല, കേരളത്തിലും ലീഡർഷിപ്പ് ഇല്ല. അതിന്റെ ഫലമായി അടുത്തതായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും അതിന്റെ ഫലമായി അടുത്ത് നടക്കാൻ പോകുന്ന 5 തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ മാത്രമാണ് നേരിയ ആശ്വാസം. പക്ഷെ അവിടെയും അവിടെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അത് തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും കണക്ക് കൂട്ടുന്നതെങ്കിലോ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ സമരങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം, നിലപാടുണ്ടാകണം. അദ്ദേഹം ഏറ്റവും അവസാനമായി പറഞ്ഞത് അതാണ്. അദ്ദേഹം കൂടി മാറി നിന്നാൽ കോൺഗ്രസ് കൂടുതൽ ദുർബലപ്പെടും എന്ന നല്ല ബോധ്യം എ ഗ്രൂപ്പിനുണ്ട്. ആ സാഹചര്യത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗം. മറുഭാഗത്ത് പൂർത്തിയായിക്കോളൂ. അദ്ദേഹം അതിന് ഉപയോഗിച്ച മാർഗം സമുദായ പ്രാതിനിധ്യത്തിൽ ബലം കിട്ടാനും സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോ ഏറ്റവും അവസാനമായി സൂസാപാക്യം തിരുവേരി ആർച്ച് ബിഷപ്പ് തിരുവനന്തപുരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഗവൺമെന്റിനേക്കാൾ വളരെ ഭേദമാണ് ഈ ഗവൺമെന്റ്. പക്ഷെ എന്തായാലും പൂർത്തിയായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ 5-6 മാസമായിട്ട് ഭേദമാണ്, കഴിഞ്ഞത് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉമ്മൻചാണ്ടി വിചാരിച്ചതുപോലെ വോട്ടർമാരെ അണിനിരത്താൻ പല സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം സാമുദായികത്വം പറഞ്ഞു നോക്കിയിട്ടും പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടി അവിടെ ചെന്നാൽ ശരിയാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള താങ്കൾ പറഞ്ഞത് അതൊരു കഴിഞ്ഞ അധ്യായം. പുതിയ സർക്കാർ വന്നു, അവർ ശക്തമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കോൺഗ്രസിന് മുന്നോട്ട് പോകണമല്ലോ. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ താനും തൻ്റെ ഗ്രൂപ്പും ഇല്ലാതെ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും നല്ല ബോധ്യമുണ്ട്. അത് തിരിച്ചറിയേണ്ടി വരും. അതിനുവേണ്ടി ഒരു നിലപാട് അദ്ദേഹം എടുത്താൽ ആ നിലപാടിൻ്റെ തുടർച്ചയാണ് ഉമ്മൻചാണ്ടി കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ അതിന് വഴങ്ങേണ്ടി വരില്ലേ നേതാക്കൾക്ക്? ഇന്നലെ അവസാനിച്ച രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇപ്പോൾ പി സി ചാക്കോയും പി ജെ കുര്യനും ഒക്കെ എതിർത്തുവെങ്കിൽ പോലും ഒരു പൊതുവികാരം ഉമ്മൻചാണ്ടിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് പക്ഷേ പണ്ട് ഐ ഗ്രൂപ്പ് ചെയ്തതുപോലെ വലിയ വിപ്ലവത്തിനും വലിയ കലാപത്തിനും ഒന്നുമില്ല. വളരെ സൗമ്യമായി പാർട്ടിക്കകത്ത് നിൽക്കുക, വളരെ കൃത്യമായി ഈ നേതൃത്വത്തിൽ താനില്ല എന്ന് അറിയിക്കുക, തന്നെ ഉൾക്കൊണ്ടേ പോകാനാകൂ എന്ന് ബോധ്യപ്പെടുത്തുക. ഇത് ഉമ്മൻചാണ്ടിക്കാവും. ഞാനൊന്ന് പറഞ്ഞോട്ട് ഇതിന്റെ ചർച്ച മുഴുവൻ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടത് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർമ്മയുടെ അവസാനത്തെ ഞാൻ കേട്ടുള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു തീരാൻ അനുവദിക്കും. ശരി. അതായത് ഉമ്മൻചാണ്ടി വേണോ വേണ്ട എന്നുള്ളതൊന്നും എന്റെ പ്രശ്നം. ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ രാഹുൽ ഗാന്ധി അവഗണിച്ചിരുന്നു. എന്താ അദ്ദേഹം അന്നായിരുന്നു ഇത് പറയേണ്ടത്. അതായത് ബാബുവിന്റെ കാര്യത്തിൽ, AC ജോസഫിന്റെ കാര്യത്തിൽ, അഴിമതിക്കാരെന്നറിയപ്പെടുന്ന അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഒക്കെ സീറ്റ് കൊടുക്കുകയില്ല എന്നൊരു സ്റ്റാൻഡ് CM സുധീരൻ സ്വീകരിച്ചത് പിന്താങ്ങിയ ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ഗ്രഡ്ജ് ഉമ്മൻചാണ്ടിയോട് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നാളെ രാവിലെ ഒരു ഇലക്ഷൻ ഇവിടെ നടത്തി ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തന്നെ പുലർപ്പിലേക്കാണ് എയിൽപ്പെട്ട ഒരു വിഭാഗം തന്നെ ആന്റണിക്കൊപ്പം നിൽക്കുന്ന ഒന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ്. അവരെവിടെ നിൽക്കും എന്നുള്ളൊരു വേറെ പ്രശ്നമാണ്. അപ്പൊ നാളെ ഇത് വല്ലതും നടന്നു കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചാൽ കോൺഗ്രസിനെ പറ്റി ഒന്നാമത് കോൺഗ്രസിന് ഡൽഹിയിൽ പഴയതുപോലെ ഒരു ഹൈക്കമാൻഡ് ഇല്ല. ശരത്തെ പണ്ടുണ്ടായിരുന്നു. അവര് പറയുന്നത് അക്ഷരാർത്ഥത്തിനെതിരെ അംഗീകരിക്കുവാൻ. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് ഒരു ഹൈക്കമാൻഡ് ഇല്ല. ഇന്നിപ്പോ ഇല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ഫലം BJPക്ക് കിട്ടത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവര് ലീഡർഷിപ്പ് ശ്രമിച്ച് ഒരു ബീഹാറിൽ ഉണ്ടായതുപോലെ വിശാലമായ ഒരു ഐക്യം ഉണ്ടാക്കി BJPക്കെതിരായി പ്രവർത്തിക്കേണ്ട ഒരു നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടും UP-യിലോ അല്ലെങ്കിൽ ഉത്തരാഞ്ചലിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ എവിടെയും ഗോവയിലോ എവിടെയും ഒരു നടപടി എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് ഇല്ല. ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായും അത് മറ്റൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്നത്. ആ പരിമിതി യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉടനടി പരിഹരിക്കുന്നതിനും ഒരു തടസ്സമാകുമെന്നാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു വരുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സജീവൻ, ആ ദൗർബല്യം തന്നെയാണ് ഉമ്മൻചാണ്ടി മനസ്സിലാക്കുന്നത് എന്ന് കരുതിയാൽ അതൊന്നാമത്തെ പ്രശ്നം. 2, എ ഗ്രൂപ്പ് ഇതിനപ്പുറം ഇനി അകലാനില്ല ഒരു നേതൃത്വത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രമാത്രം അവരുടെ പ്രശ്നങ്ങൾ നേതാവിനെ കരുതി മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണുമടച്ച് വളരെ വിശദമായി ഉള്ളു തുറന്ന് ഉമ്മൻചാണ്ടിക്ക് പറയാം. അതായത് സുധീരൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അഴിമതി ഒരു വലിയ പ്രശ്നമാക്കി, കടുംവെട്ട് തീരുമാനങ്ങൾ, കൊള്ളയാണ് ഈ സർക്കാർ, അവിടെ മുതൽ ഇങ്ങോട്ട് ഈ സർക്കാരിന് സംഭവിച്ച തകർച്ച. എന്നാൽ അതിനുശേഷം വന്ന സർക്കാർ ഒരു ഉപസമിതിയെ വെച്ച് തന്നെ പലതും പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയെങ്കിലും
ഇപ്പോൾ കെ ബാബുവിൻ്റെ കേസിലടക്കം അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുവെങ്കിലും അതിൽ ആ സർക്കാരിനെയും ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടുതലായി കുരുക്കാൻ കഴിയുന്ന നിലയിൽ പുരോഗമനം ഉണ്ടായിട്ടില്ല. പക്ഷേ സുധീരൻ സൃഷ്ടിച്ച വലിയ ബുദ്ധിമുട്ടുകൾ ഒരു സർക്കാരിൻ്റെ പതനത്തിന് കാരണമാക്കി എന്നതും തുടങ്ങി ഇങ്ങോട്ടുള്ള വലിയ ചാർജ് ഷീറ്റ് നാളെ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചേക്കാം. എ ഗ്രൂപ്പ് വിചാരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ അക്കോമഡേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വരുന്നതോടെ എ ഗ്രൂപ്പിനോടുള്ള അകൽച്ച ഒഴിവാക്കേണ്ടി വരും. പുനഃസംഘടന എന്ന ആവശ്യം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി തന്നെ സുധീരനെ ഒഴിവാക്കാം. മാത്രവുമല്ല, കേരളത്തിനകത്തെ ഗ്രൂപ്പ് ഇക്വേഷൻസിൽ നേരത്തെ ശ്രീ മോഹനവർമ്മ പറഞ്ഞല്ലേ, മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സമവാക്യങ്ങളുടെ രൂപീകരണത്തിനും ശ്രമിക്കാം. കാരണം ഐ ഗ്രൂപ്പിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വിചാരം. ഒപ്പം കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ നിലപാട്, ഈ തരത്തിലേക്കുള്ളൊരു ദ്വിമുഖ തന്ത്രത്തിലേക്ക് എ ഗ്രൂപ്പ് പോകുന്നതിൻ്റെ സൂചന ഈ ദില്ലി യാത്രയിലുണ്ടോ? ഇതിൽ എ ഗ്രൂപ്പ് ഒരു പ്രത്യേക തന്ത്രത്തിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗ്രൂപ്പിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മാന്യമായ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇങ്ങനെ ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഒന്നുമല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭ്രമണപഥത്തിന് പുറത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും മാറിക്കഴിയും. പ്രത്യേകിച്ച് ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമെന്ന രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നിലപാട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ബാലകൃഷ്ണപിള്ള പറഞ്ഞതനുസരിച്ചിട്ട് കേന്ദ്രത്തിൽ നേതൃത്വമില്ല, ഹൈക്കമാൻഡ് ഇല്ല എന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ട് ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്ത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ എടുത്ത ഗ്രൂപ്പ് മാനേജർമാർ ഇവിടെ പാർട്ടിയെ നിയന്ത്രിക്കേണ്ട എന്നൊരു തീരുമാനമുണ്ട്. അതൊരു പെട്ടെന്ന് ഒരു ഒറ്റയടിക്ക് എടുത്ത തീരുമാനമൊന്നുമല്ല, അദ്ദേഹം ഓർക്കാപ്പുറത്തെടുത്ത തീരുമാനമല്ല. അത് വ്യക്തമായ തീരുമാനത്തോട് എടുത്തുകൊണ്ടാണ് സുധീരനെ ആദ്യമായിട്ട് ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തായിട്ട് മാറിയിരുന്ന സുധീരനെ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. സുധീരനെ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയോടാണ്, സുധീരനോടല്ല സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ പോരാട്ടം, രാഹുൽ ഗാന്ധിയോടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് വേണം, സംഘടന തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറയുന്നത്. അത് നേരിട്ട് ദേശീയ തലത്തിൽ പോലും വേണമെന്നുള്ള ഒരു വാദം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഉയർത്തുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് ആവാം എന്നൊക്കെ വന്നാൽ ഗ്രൂപ്പിന് വേണ്ട മേൽക്കൈ കിട്ടുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലാണ്. അതല്ലാതെ ഇവിടെ പെട്ടെന്ന് സുധീരനെതിരെ വല്ല പ്രശ്നവും പറഞ്ഞുകൊണ്ട് പരാതികൾ ഉന്നയിച്ചുകൊണ്ട് സുധീരനെ മാറ്റിയെടുക്കാമെന്നുള്ള ധാരണയൊന്നും ഉമ്മൻചാണ്ടിക്കില്ല. ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടി വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ വിൻസെന്റ്, ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ വിൻസെന്റ് MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിൻസെന്റ്, ഏതായാലും ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ഇല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ദില്ലിയിലെ ചർച്ച രാഷ്ട്രീയപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉയരുന്ന പ്രശ്നങ്ങൾക്ക് പലതും പരിഹരിച്ചും അഡ്രസ്സ് ചെയ്താലും മാത്രമേ ഉമ്മൻചാണ്ടിയുമായി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പാർട്ടിക്ക് കണ്ടെത്താനാകൂ. അത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി, പ്രശ്നമായി ഒരു പരിഹാരം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നാളത്തെ കൂടിക്കാഴ്ച കഴിയുമ്പോൾ? ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച തീർച്ചയായും പാർട്ടിയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായും പര്യാപ്തമാണ്. കാരണം അങ്ങനെ പരിഹരിക്കണമെങ്കിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പുനഃസംഘടന. ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ നിയമിച്ചതിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ മാറ്റാനൊന്നും ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കില്ല. കാരണം കളമറിഞ്ഞ് കളിക്കുന്നയാളാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ പരാതികൾ പറയാം. സോഷ്യൽ ബാലൻസിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇടുക്കി അടക്കമുള്ള മേഖലകളിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള എ ഗ്രൂപ്പിൻ്റെ പരാതി ഉന്നയിക്കപ്പെട്ടേക്കാം. പക്ഷേ ആ പ്രസിഡന്റുമാരെ മാറ്റണം എന്ന് ഉമ്മൻചാണ്ടി പറയുമെന്ന് ധരിക്കേണ്ടതില്ല. പക്ഷേ പുനഃസംഘടന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തടക്കം, അവസാന കാലത്തടക്കം KPCC പ്രസിഡന്റ് എടുത്തിട്ടുള്ള നിലപാടിലെ എ ഗ്രൂപ്പിനുള്ള വലിയ വിയോജിപ്പ് പുതിയ സർക്കാർ വന്നിട്ടും തങ്ങളെ രാഷ്ട്രീയമായി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ പോലും സുധീരൻ സൃഷ്ടിച്ച ആഘാതം ആവർത്തിച്ചേക്കാം. മറ്റൊന്ന് KPCCയുടെ പരാജയം. ഇതെല്ലാം അക്കമിട്ട് നിരത്തുമ്പോൾ ഇതൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പ്രശ്നമല്ലല്ലോ വിൻസെന്റ്. ഇത് അത്തരത്തിൽ നമ്മൾ കാണേണ്ടതില്ല. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലോ പ്രതിപക്ഷത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഡെഡ് ലോക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല.
ഇതുവരെയും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നോ പാർട്ടി പരിപാടികളിൽ നിന്നോ അദ്ദേഹം മാറി നിന്നിട്ടില്ല എന്ന് ശ്രീ വിൻസെന്റ്, ഇത് മാത്രമല്ല, ആരോടാണ് പറയുന്നത്? ദില്ലിയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന 2 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിരന്തരം പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാതിരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണെന്ന് വാദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഇന്നലത്തെ പോലുമുള്ള അവസരങ്ങൾ മറന്നുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ആരും സ്വീകരിക്കില്ല ഈ പറഞ്ഞു വരുന്നത്. അല്ല, ഡൽഹിയിലുള്ള 2 പരിപാടികളിൽ ആദ്യത്തെ പരിപാടി അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അസൗകര്യം അദ്ദേഹം അറിയിച്ചിട്ടുള്ളതാണ്. പോട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ അസൗകര്യത്തിന്റെ വിശദീകരണമല്ല ഞാൻ ചോദിച്ചു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അഭാവവും ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്നതും പ്രധാനമാണെന്ന് പറയാൻ വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പുനഃസംഘടന എന്നതിനപ്പുറത്തേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന വാദഗതി കോൺഗ്രസിൽ അനിവാര്യമാണോ ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്ന പോലെ? സംഘടനാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അനിവാര്യമാണല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് മുന്നോട്ട് പോകാൻ കഴിയുക? സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നേതൃത്വം ഉണ്ടാകണം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യവും ആവശ്യവുമായിട്ടുള്ള ഒന്നാണ്. അത് ഏതെങ്കിലും ഒരു കാലം, ശ്രീ വിൻസെന്റ്, അത് ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്താൽ പോരാ. സമയബന്ധിതമായി അതിലേക്ക് കേരളത്തിലെ പാർട്ടിക്ക്, KPCCക്ക്, കോൺഗ്രസിന് പോകാൻ തീർച്ചയായും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയ സാഹചര്യം ഇപ്പോഴാണ്. കാരണം 2 വർഷം കഴിഞ്ഞ 2 വർഷത്തിനപ്പുറത്തേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാലത്ത് ബെന്നി ബെഹനാന് സ്ഥാനാർത്ഥിത്വം അവസാന നിമിഷം നിഷേധിക്കപ്പെട്ടത് അഴിമതിയുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റും മറ്റും എടുത്ത പൊതുവികാരത്തിന് ഹൈക്കമാൻഡിൽ ലഭിച്ച സ്വീകാര്യത, അത്തരം ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഈ കൂടിക്കാഴ്ചയോടുകൂടി അതിലൊരു മഞ്ഞുരുക്കം എ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലുമല്ല ബെന്നി ബെഹനാന് സീറ്റ് ലഭിക്കാതെ പോയത് എന്നത് വളരെ ഏത് കാര്യത്തിലും ആയിക്കോട്ടെ, സംഭവിച്ചത് അതൊക്കെയാണല്ലോ. എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള അകൽച്ച, ഇതിലൊക്കെ ഒരു മാറ്റം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലേക്കുള്ള മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം ഇപ്പോഴും നേതൃത്വത്തിൽ തന്നെയാണ്. പിന്നെ ഇതൊരു എ ഗ്രൂപ്പിന്റേതായിട്ടുള്ള ഒരു ചർച്ച എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് സംഘടനയുടെ ഉത്തമമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയുള്ള പുതിയ നേതൃത്വം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും എല്ലാ വിഭാഗങ്ങളും കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ കാലത്തും സമ്മതിച്ചിട്ടുള്ളതാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ശ്രീ വിൻസെന്റ് താങ്കളിൽ നിന്ന് വന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിന് ഭരണഘടനാപരമായ ചില പരിമിതികളൊക്കെ നിൽക്കുന്നു. നേരത്തെ ശ്രീ സജീവൻ അടക്കം സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും വരികയല്ല. വളരെ വേഗത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണനുള്ള ഒരു ഇടവേളയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതായാലും കരുണാകരൻ നടത്തിയതുപോലെ ഒരു ഉൾപാർട്ടി സമരം നടത്താനുള്ള ബുദ്ധിമോശമൊന്നും ശ്രീ ഉമ്മൻചാണ്ടി കാട്ടും എന്ന് താങ്കളും പ്രതീക്ഷിക്കാൻ ഇടയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കൗശലത്തോടു കൂടി തന്നെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ നിന്നുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വിട്ടുനിന്നും മറ്റും തൻ്റെ എതിർപ്പ്, എ ഗ്രൂപ്പിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ച് ഒരു തീരുമാനത്തിലും നടപടികളിലും ഗ്രൂപ്പിന് അനുകൂലമായി നേടിയെടുക്കാം എന്ന് വളരെ കൃത്യമായ കണക്കുകൂട്ടൽ ഉള്ള ആളായിരിക്കുമല്ലോ ഉമ്മൻചാണ്ടി. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സുധീരനെ മാറ്റി ഉമ്മൻചാണ്ടി പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഇലക്ഷൻ ഒന്നും കോൺഗ്രസ് നടത്താൻ പറ്റുകയില്ല. കാര്യം വളരെ നിർണായകമായ പാർലമെന്റ്, വിൻസെന്റ് പറഞ്ഞ പോലെ വളരെ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി അല്ല ആര് വിചാരിച്ചാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയതുപോലുള്ള ഒരു മേൽക്കോയ്മ കിട്ടാൻ കഴിയുന്ന ഒരു മുന്നണിയല്ല അങ്ങേപ്പുറത്തുള്ളത്. മുന്നണിയുടെ വ്യക്തികളുടെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഒരു അംഗീകാരവും ഇല്ലാത്ത, യാതൊരു അംഗീകാരവും ഇല്ലാത്ത തട്ടിക്കൂട്ടി വെച്ച ഒരു മുന്നണിയായിട്ടൊരു മുന്നണി നിൽക്കുകയാണ്. 10 വോട്ടുള്ളവരും പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുന്നവരായ ആളുകളൊന്നുമില്ല. ഉമ്മൻചാണ്ടി ഇതിന്റെ നേതൃത്വത്തിലേക്ക് വന്ന് പാർലമെന്റ് ഇലക്ഷൻ ഒരു പരാജയം കൂടെ വീണ്ടും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്വം സുധീരനല്ല ഉമ്മൻചാണ്ടിക്ക്. ഉമ്മൻചാണ്ടി അങ്ങനത്തെ നേതൃത്വം ഇതിപ്പോ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താനാണ്. ഇപ്പൊ കൂടെ നിൽക്കുന്ന ആളുകളും പോയിക്കൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടി വളരെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, എ കെ ആന്റണിയുടെ റോള് വളരെ വളരെ പ്രസക്തമാണോ? കാരണം സുധീരനെ മാറ്റണം എന്നൊരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട ഘട്ടത്തിലുമൊക്കെ ഉമ്മൻചാണ്ടിയെ മാറ്റുന്നതിനെ അദ്ദേഹം അനുകൂലിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ സുധീരനെ മാറ്റുന്നതിനെയും അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല നേരത്തെ. ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം
പലരെയും വളരെയധികം സമ്മർദ്ദം ചെലുത്തി ജയിപ്പിച്ചെടുത്ത പാർലമെന്റിലെ ചില അംഗങ്ങൾ പോലും ഉമ്മൻചാണ്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുക. അതും ഇപ്പൊ ഒന്നിച്ചല്ല, എ ഗ്രൂപ്പ് ഒന്നിച്ചല്ല. ഉമ്മൻചാണ്ടി ഇതിന്റെ ഉത്തരവാദിത്വം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മണ്ഡലത്തിലേക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇനി കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെടുത്താൻ ബദലായി ഉമ്മൻചാണ്ടിക്ക് അതിനൊരു ശേഷിയുണ്ടോ? കാരണം ഐ ഗ്രൂപ്പിനകത്ത് ഒരു വിള്ളലുണ്ടാക്കി ഇപ്പോൾ മുരളീധരൻ തന്നെ പുറത്തു വരുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു നിലപാടുണ്ട്. ഉമ്മൻചാണ്ടിയോട് കൂടുതലായി അടുത്ത് നിന്നുകൊണ്ട് നടത്തുന്ന വർത്തമാനങ്ങളുണ്ട്. രമേശിലുള്ള ഒരു അവിശ്വാസം എ ഗ്രൂപ്പിന് നിലനിൽക്കുന്നു. സുധീരൻ ഒരു പ്രഖ്യാപിത ശത്രുവായി നിൽക്കുന്നു. ആ വഴിക്ക് ഒരു ആലോചന കൂടി പാരലായി നടത്താൻ സാധ്യതയുണ്ടല്ലോ. അതെ, അതിന് ഉമ്മൻചാണ്ടി കഴിയും, സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരു ഒരു നല്ല വിഭാഗം ആളുകൾ കോൺഗ്രസിലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. റീസണിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു സംശയമില്ല, ഉണ്ട്. ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ കോൺഗ്രസ്, പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാള് കോൺഗ്രസ് പുലർത്താനോ കോൺഗ്രസിൽ അങ്ങനെ അത്ര ശക്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കോൺഗ്രസിനെതിരെ നിൽക്കാനോ തയ്യാറാകും എന്നെനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ ശരത് ചോദിച്ചോളൊരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഉണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി ഇന്ന് നിൽക്കുന്ന നിലപാടിൽ നിന്നും നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം, അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതാവാകാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നല്ലോ, ആകാമായിരുന്നല്ലോ. അവിടെ ഐ ഗ്രൂപ്പിന്റെ MLA-മാരാണ് കൂടുതൽ എന്ന് പറയുന്നത് ന്യായമില്ല. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്നതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അത് വേണ്ട എന്ന് വെച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോ ഒരു പുതിയ നേതൃത്വത്തിലേക്ക് വരാൻ ഉമ്മൻചാണ്ടി തൽക്കാലം തയ്യാറാകും എന്ന് ഉമ്മൻചാണ്ടിയെ ശരിക്കറിയാവുന്നതാണെന്നുള്ളൂ. മാത്രമല്ല അങ്ങനെ താല്പര്യമൊന്നും ഉമ്മൻചാണ്ടിക്കില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞു വന്ന വിശകലനം ഇതിനകത്ത് ഭിന്നത ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. തീർച്ചയായും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷണം ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ് നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വിള്ളൽ വരുത്തി എ ഗ്രൂപ്പിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ കോൺഗ്രസിനകത്ത് രൂപപ്പെടുത്താൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചേക്കാം. നിലവിലെ വിമർശന രീതികളുമായി ഹൈക്കമാൻഡിൽ മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചേക്കാം. ആ നിലയിലുള്ള എ ഗ്രൂപ്പിൻ്റെ കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ സജീവനിലേക്കും ശ്രീ KL മോഹനവർമ്മയിലേക്കും വേഗം മടങ്ങി വരാം. വളരെ ചെറിയൊരു ഇടവേള.